LibreOffice Baseലെ സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഫോമിലേക്ക് എങ്ങനെയാണ് ലിസ്റ്റ് ബോക്സ് ഫോം കൺട്രോൾ ചേർക്കുന്നത് എന്ന് പഠിക്കും. LibreOffice Base ഉപയോഗിച്ച് ഒരു ഫോം എങ്ങനെ മോഡിഫൈ ചെയ്യാമെന്ന് പഠിച്ചു. അവസാനത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ സൃഷ്ടിച്ച മോഡിഫൈ ചെയ്ത ഇമേജും നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ ഫോം കാണപ്പെടുന്നത്. ബുക്സ് ഇഷ്യൂഡ് ടേബിളിലെ ആദ്യത്തെ റെക്കോർഡ് നമ്മൾ നോക്കുന്നു. കൂടാതെ ബുക്ക് ഐഡി, മെമ്പർ ഐഡീസ് എന്നിവയ്ക്ക് പകരം ബുക്ക് ടൈറ്റിൽ ഉള്ള ലിസ്റ്റ് ബോക്സും കാണാം. ഒരു റെക്കോർഡ് സേവ് ചെയ്യുവാൻ, മാറ്റങ്ങൾ പൂർവാവസ്ഥയിലാക്കുവാൻ തുടങ്ങിയവ ചെയ്യുന്നതിനായി ചുവടെ ചില പുഷ് ബട്ടണുകൾ ഉണ്ട്. അതിനാൽ ഈ ട്യൂട്ടോറിയലിൽ ഫോമിൽ ലിസ്റ്റ് ബോക്സ് ഫോം കൺട്രോൾ എങ്ങനെ ചേർക്കാമെന്ന് പഠിക്കും. LibreOffice Base പ്രോഗ്രാം ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം നമുക്ക് LibreOffice Base പ്രോഗ്രാം തുറക്കാം. നമ്മുടെ LibreOffice ഡാറ്റാബേസ് തുറക്കുക. ഓപ്പൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്ന് ലൈബ്രറി ഡാറ്റാബേസ് തുറക്കാം. അല്ലെങ്കിൽ ഫയൽ മെനുവിന് കീഴിൽ റീസെന്റ് ഡോക്യുമെന്റ്സ് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ ലൈബ്രറി ഡാറ്റാബേസിൽ ആണ്. അവസാനത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള ബുക്സ് ഇഷ്യൂഡ് ടു മെമ്പേഴ്സ് ഫോം തുറക്കാം. ഇതിനായി ഇടത് പാനലിലെ ഫോംസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. വലത് പാനലിൽ ഉള്ള ബുക്സ് ഇഷ്യൂഡ് ടു മെമ്പേഴ്സ് ഫോമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പിന്നെ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. ഫോം ഡിസൈൻ വിൻഡോ തുറക്കുന്നു. നമുക്ക് ആദ്യം ബുക്ക് ടൈറ്റിൽ ലേബൽ പരിഗണിക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ കാണുന്ന ടെക്സ്റ്റ് ബോക്സ് ബുക്ക് ഐഡി നമ്പറുകൾ കാണിക്കുന്നു. അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ബുക്ക് ടൈറ്റിൽസ് കാണാം. കൂടാതെ ഈ ടൈറ്റിൽസ് പ്രദർശിപ്പിക്കുന്നതിന് ബേസിന് ചില വഴികളുണ്ട്. ലിസ്റ്റ് ബോക്സ് ഫോം കൺട്രോൾ ആണ് ഒരു മാർഗം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം ബുക്ക് ടൈറ്റിൽ ലേബലിന് സമീപത്തുള്ള ടെക്സ്റ്റ് ബോക്സ് നീക്കം ചെയ്യാം. പരിചിതമായ സെറ്റ് ഗ്രീൻ ബോക്സുകളിൽ ഉള്ള ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാം. എന്നിട്ട് താഴെയുള്ള കട്ട് ബട്ടണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെയുള്ള ടെക്സ്റ്റ് ബോക്സുകൾ നമ്മൾ നീക്കം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരു ലിസ്റ്റ് ബോക്സ് ഫോം കൺട്രോൾ ഇവിടെ വയ്ക്കുന്നു. ഇതുമൂലം ഫോം കൺട്രോൾസ് ടൂൾബാർ ആക്സസ് ചെയ്യുവാൻ കഴിയും. വ്യൂ മെനു ഉപയോഗിച്ച് അതിനെ മുകളിൽ വയ്ക്കുക. ഫോം കൺട്രോൾസ് ക്ലിക്ക് ചെയ്യാം. ബേസ് നമുക്ക് ധാരാളം ഫോം കൺട്രോൾസ് നൽകുന്നു. ടൂൾ ടിപ്പുകൾ വായിക്കുവാൻ ഈ ഐക്കണിനു മുകളിൽ കഴ്സർ വയ്ക്കുക. ലിസ്റ്റ് ബോക്സ് ഐക്കൺ കണ്ടുപിടിക്കുക. നമുക്ക് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഫോമിലേക്ക് നമുക്ക് മൗസ് പോയിന്റർ നീക്കാം. ഒരു നേർത്ത ചെറിയ പ്ലസ് ചിഹ്നമായി മാറിയതായി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ഫോം രൂപത്തിൽ ലിസ്റ്റ് ബോക്സ് ഫോം കൺട്രോൾ വരയ്ക്കുന്നു. ഇതിനുവേണ്ടി അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോമിലേക്ക് ഡ്രാഗ് ചെയ്യുക. നമ്മൾ നേരത്തെ നീക്കം ചെയ്ത ടെക്സ്റ്റ് ബോക്സിന്റെ സ്ഥാനത്ത് ഇത് വയ്ക്കാം. ലിസ്റ്റ് ബോക്സ് വിസാർഡ് എന്ന പുതിയ വിസാർഡ് ഫോം ഡിസൈൻ വിൻഡോവിൽ തുറന്നു. ഈ വിസാർഡ് ലിസ്റ്റ് ബോക്സിനെ ബുക്ക് ടൈറ്റിൽ ലേബലുമായി ബന്ധിപ്പിക്കുവാൻ നമ്മെ സഹായിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. ഈ വിസാർഡിൽ നമുക്ക് ബുക്ക് ടൈറ്റിൽ ലഭിക്കുവാൻ കഴിയുന്ന ടേബിൾ തിരഞ്ഞെടുക്കാം.
ലിസ്റ്റിൽ നിന്നും ബുക്സ് ടേബിൾ തിരഞ്ഞെടുത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ വിൻഡോവിൽ ടേബിൾ ബോക്സ് കാണുന്നു. ഫീൽഡ് തിരഞ്ഞെടുക്കണം. ടൈറ്റിൽ ഫീൽഡ് ബുക്ക് ടൈറ്റിൽസ് എന്നിവ ഉൾക്കൊള്ളുന്നു. അതിനാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഈ അവസാനത്തെ വിൻഡോയാണ് നമ്മൾ മാജിക് ചെയ്യുന്നത്. ടേബിൾ, ഫീൽഡ് എന്നിവയുമായി കണക്ട് ചെയ്യും. ഫീൽഡ് നെയിംസ് നോക്കുക. വാല്യൂ ടേബിളിൽ ഫീൽഡുകൾ ബുക്സ് ഇഷ്യൂഡ് ടേബിളിലെ ഇടതുവശത്താണ്. ഒപ്പം വലതുവശത്തുള്ള ലിസ്റ്റ് ടേബിൾ ഫീൽഡ് ബുക്സ് ടേബിൾ ഫീൽഡുകളാണ്. ബുക്സ് ടേബിളിലെ കീ ഫീൽഡ് ആണ് ബുക്ക് ഐഡി. ബുക്സ് ഇഷ്യൂഡ് ടേബിൾ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇടതുവശത്തുള്ള ഫീൽഡ് ഫ്രം ദി വാല്യൂ ടേബിൾ എന്ന് പറയുന്ന ബുക്ക് ഐഡി ക്ലിക്ക് ചെയ്യും. അടുത്തത് വലതുവശത്തുള്ള ഫീൽഡ് ഫ്രം ദി ലിസ്റ്റ് ടേബിൾ എന്ന് പറയുന്ന ബുക്ക് ഐഡി ക്ലിക്ക് ചെയ്യുക. ഈ വിസാർഡ് അടയ്ക്കുന്നതിന് ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ ബന്ധപ്പെട്ട ടേബിളുകളും ഫീൽഡുകളും നമ്മൾ കണക്ട് ചെയ്തു. ഇപ്പോൾ ബേസ് ഈ ലിസ്റ്റ് ബോക്സിലെ എല്ലാ ബുക്ക് ടൈറ്റിൽസും ഓട്ടോമാറ്റിക്കായി പ്രദർശിപ്പിക്കും. നമുക്ക് ഫോം സേവ് ചെയ്യാം. ഈ വിൻഡോ ക്ലോസ് ചെയ്യുക. ബേസ് ട്യൂട്ടോറിയലിന്റെ അടുത്ത ഭാഗത്ത് ബാക്കിയുള്ള ഫോം കൺട്രോൾസ് ഫോമിലേക്ക് ചേർക്കുന്നത് തുടരും. ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോം ഇങ്ങനെയായിരിക്കും. ഇവിടെ ഒരു അസൈൻമെന്റ്. അൺഫ്രണ്ട്ലി മെമ്പർ ഐഡീസ് എന്നതിനു പകരം ലിസ്റ്റിംഗ് മെമ്പർ നെയിംസ് കൊടുത്ത് രണ്ടാമത്തെ ലിസ്റ്റ് ബോക്സ് ചേർക്കുക. ഇപ്പോൾ ലിസ്റ്റ് ബോക്സ് വെക്കുന്നതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. മെമ്പർ നെയിം ലേബലിന്റെ ഇടതുഭാഗത്ത് വെക്കുക. നമ്മൾ അടുത്തതായി ട്യൂട്ടോറിയലിൽ മെമ്പർ നെയിം ശരിയായ സ്ഥാനത്ത് വെക്കുന്നതായിരിക്കും. ലിബ്രിയോഫീസ് ബേസിലെ ലിസ്റ്റ് ബോക്സ് കൺട്രോൾ എന്ന ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിക്കുന്നു. ഫോമിലേക്ക് ലിസ്റ്റ് ബോക്സ് ഫോം കൺട്രോൾ എങ്ങനെ ചേർക്കാമെന്ന് പഠിച്ചു. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ എന്ന പദ്ധതിയുടെ ഭാഗമാണ്. ഇതിനെ പിന്തുണയ്ക്കുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവരാണ്. ഈ പ്രൊജക്റ്റ് താഴെയുള്ള ലിങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്നു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെയുള്ള ലിങ്കിൽ ലഭ്യമാണ്. ഈ സ്ക്രിപ്റ്റ് സംഭാവന ചെയ്തത് IIT ബോംബെയിൽ നിന്നും വിജയ് നായർ. പങ്കെടുത്തതിന് നന്ദി.